നമസ്കാരം. ജെ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുന്നുകൾക്കിടയിലുള്ള ഒരു അതിമനോഹരമായ ഗ്രാമത്തിൽ ആദി എന്നൊരു വൃദ്ധൻ ജീവിച്ചിരുന്നു. ശ്രദ്ധേയമായ ആരോഗ്യം, നല്ല ഊർജം, ഉള്ളിൽ നിന്നും വരുന്ന തിളങ്ങുന്നതും ഊഷ്മളവുമായ പുഞ്ചിരി എന്നിവയ്ക്ക് അദ്ദേഹം പ്രശസ്തനായിരുന്നു. അദ്ദേഹത്തിന് പ്രായം 70 കഴിഞ്ഞിരുന്നു. എങ്കിലും അടുത്തുള്ള കുട്ടികളുടെ കൂടെ ഓടുന്നതിനോ മലകളിൽ യാത്ര നടത്തുന്നതിനോ തന്റെ പൂന്തോട്ടം പരിപാലിക്കുന്നതോ അദ്ദേഹത്തിന് അനായാസമായിരുന്നു. മിക്ക ചെറുപ്പക്കാരെക്കാളും കൂടുതൽ ഊർജ്ജസ്വലനായി അദ്ദേഹത്തെ കാണാമായിരുന്നു. സ്വന്തം ആരോഗ്യവുമായി മല്ലിടുന്ന കാർത്തിക് എന്ന യുവാവ് കൗതുകത്തോടെ ആദിയുടെ ആരോഗ്യ രഹസ്യം അന്വേഷിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം നീണ്ട ജോലിയുടെ ക്ഷീണമകറ്റാൻ ഒരു വലിയ കരുവേടകത്തിന്റെ ചുവട്ടിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ധ്യാനിച്ചിരിക്കുന്ന ആദിയെ കാർത്തിക് കണ്ടെത്തി. അല്ലയോ ആദി, കാർത്തിക് മടിച്ചു പറഞ്ഞു തുടങ്ങി. എങ്ങനെയാണ് നിങ്ങൾ ഇത്ര ആരോഗ്യവാനും സന്തോഷവാനുമായി കഴിയുന്നത്? എനിക്ക് എപ്പോഴും ക്ഷീണം തോന്നുന്നു. എനിക്ക് എന്റെ ദൈനംദിന ജോലികൾ പോലും ചെയ്യാൻ സാധിക്കുന്നില്ല. എന്താണ് നിങ്ങളുടെ രഹസ്യം? ആദി തന്റെ കണ്ണുകൾ മെല്ലെ തുറന്ന് കാർത്തിക്കിന് ഒരു പുഞ്ചിരി സമ്മാനിച്ചു. എന്റെ പ്രിയപ്പെട്ട കുട്ടി, നല്ല ആരോഗ്യത്തിന്റെ കല ശരീരത്തിന്റെ മാത്രമല്ല, മനസ്സിന്റെയും ആത്മാവിന്റെയും കൂടെയാണ്. ഇത് പരിപോഷിപ്പിക്കേണ്ട ഒരു സന്തുലിതാവസ്ഥയാണ്. ആദി തുടർന്നു. കാർത്തിക് ആകട്ടെ കൗതുകത്തോടെ ആ സംഭാഷണം കേട്ടുകൊണ്ടിരുന്നു. ചെറുപ്പത്തിൽ ഞാനും എന്റെ ആരോഗ്യത്തിനു വേണ്ടി പാടുപെട്ടു. ഞാൻ കഠിനാധ്വാനം ചെയ്തു, അമിതമായി ഭക്ഷണം കഴിച്ചു, വിശ്രമിക്കാൻ സമയം നൽകിയില്ല. ഒരു ദിവസം എന്റെ ശരീരം കീഴടങ്ങി. ഞാൻ ഗുരുതരമായ രോഗബാധിതനായി. ഞാൻ പഠിച്ചത് ആ അസുഖത്തിൽ നിന്നാണ്. ഒരു അഗാധമായ പാഠം. ജീവിതം എന്നത് സൂക്ഷ്മമായ ഒരു സന്തുലിതാവസ്ഥയാണ്. ശാരീരികമായി മാത്രമല്ല, വൈകാരികമായും ആത്മീയമായും ഞാൻ എന്നെ തന്നെ പരിപാലിക്കേണ്ടതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. നിങ്ങൾ എങ്ങനെ മാറി? കാർത്തിക് ചോദിച്ചു. ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് തുടക്കം. ഞാൻ എന്റെ ശരീരം പറയുന്നത് കേൾക്കാൻ തുടങ്ങി. എന്നെ പോഷിപ്പിക്കുന്നത് മാത്രം ഞാൻ കഴിച്ചു. എനിക്ക് സന്തോഷം നൽകുന്ന വഴികളിലേക്ക് ഞാൻ നീങ്ങി. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ദേഷ്യവും ഭയവും നീരസവും ഞാൻ ഉപേക്ഷിച്ചു. ആ വികാരങ്ങൾ ഏതൊരു രോഗത്തെ പോലെയും തന്നെ വിഷമാണ്. ഞാൻ നന്ദിയും ദയയും ക്ഷമയും സ്വീകരിച്ചു. അങ്ങനെ എന്റെ ഹൃദയം ലഘൂകരിക്കപ്പെട്ടു. കാർത്തിക് വീണ്ടും ചോദിച്ചു, എന്നാൽ ജീവിതം ദുഷ്കരമാകുമ്പോൾ എന്താണ് ചെയ്യുക? എങ്ങനെ സമനില പാലിക്കും? ആദി പുഞ്ചിരിച്ചു. എന്നിട്ട് ഈറനണിഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു, ജീവിതത്തിൽ എപ്പോഴും വെല്ലുവിളികൾ ഉണ്ടാകും കാർത്തിക്. പക്ഷേ ഓർക്കുക, അവയോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നമ്മുടെ ആരോഗ്യത്തെ രൂപപ്പെടുത്തുന്നത്. ജീവിതം ദുഷ്കരമാകുമ്പോൾ പോരാടാതെ ഞാൻ ദീർഘമായി നിശ്വസിക്കുന്നു. വികാരങ്ങൾ അനുഭവിക്കാതെ ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കുന്നു. കഠിനമായ നിമിഷങ്ങൾ പോലും താൽക്കാലികമാണെന്നും കാലക്രമേണ എല്ലാം കടന്നു പോകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ആദിയുടെ ഈ വാക്കുകൾ കാർത്തിക്കിന് പ്രചോദനമായി. ഓരോ ദിവസത്തിന്റെയും സൗന്ദര്യം കാണാൻ സൂര്യോദയത്തിനു മുൻപ് അവൻ ഉണർന്നു. ലളിതവും ആരോഗ്യകരവുമായ ഭക്ഷണം കഴിക്കാൻ അവൻ തുടങ്ങി. പ്രകൃതിയിൽ ദീർഘനേരം നടന്നു. പലപ്പോഴും കാർത്തിക് ആദിയിരുന്ന അതേ മരത്തിന്റെ ചുവട്ടിൽ ധ്യാനിക്കാനും സമ്മർദ്ദം ഒഴിവാക്കാനും മനസ്സിനെ ശാന്തമാക്കാനും പഠിച്ചു. സാവധാനം കാർത്തിക്കിന്റെ ആരോഗ്യം തിരികെ ലഭിച്ചു. ശാരീരികമായി മാത്രമല്ല, വൈകാരികമായും അവൻ ശക്തനായി. ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ തളരാതെ അവയെല്ലാം നന്ദിയോടെ സ്വീകരിക്കാൻ അവൻ പഠിച്ചു. അങ്ങനെ ആദി പറഞ്ഞ സമാധാനവും ആരോഗ്യവും കാർത്തിക് കണ്ടെത്തി. വർഷങ്ങൾക്ക് ശേഷം ആദി മരിച്ചപ്പോൾ ആളുകൾ അദ്ദേഹത്തെ ഓർത്തത് ആരോഗ്യമുള്ള മനുഷ്യനെന്നല്ല, മറിച്ച് ജീവിതകലയിൽ പ്രാവീണ്യം നേടിയ ഒരാളായിട്ടാണ്. അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ കാർത്തിക്കിലൂടെയും മറ്റുള്ളവരിലൂടെയും തുടരുന്നു. അത് അവരുടെ ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും പരിപോഷിപ്പിക്കാൻ പ്രചോദിപ്പിക്കുന്നു. ഈ കഥയിൽ നിന്നുള്ള പാഠം ലളിതവും എന്നാൽ അഗാധവുമാണ്. നല്ല ആരോഗ്യം എന്നത് ശരിയായ ഭക്ഷണം കഴിക്കുകയോ വ്യായാമം ചെയ്യുകയോ മാത്രമല്ല, ലക്ഷ്യത്തോടെ ജീവിക്കുക, സമാധാനം സ്വീകരിക്കുക, സ്നേഹവും നന്ദിയും കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ നല്ല ആരോഗ്യമെന്ന കലയിൽ പ്രാവീണ്യം നേടുകയും ചൈതന്യവും സന്തോഷവും ഐക്യവും നിറഞ്ഞ ജീവിതം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. നന്ദി. വീണ്ടും കാണാം.